ഖലീഫ വൈശാഖ് സംവിധാനം ചെയ്ത സിനിമ വളരെ ബിഗ് ബഡ്ജറ്റിൽ ഒരുക്കിയ സിനിമയാണ്. പൃഥ്വിരാജാണ് നായകൻ. മോഹൻലാൽ, ടോവിനോ, സൗബിൻ ഇവരെല്ലാം ക്യാമിയോ റോളിൽ വന്ന സിനിമ. എന്തായാലും ഈ സിനിമയിൽ ആദ്യത്തെ ദിവസം നേടിയ കളക്ഷൻ, ആദ്യ ദിവസം ഭയങ്കര പ്രതീക്ഷയുള്ള സിനിമയാണ്. കാരണം ഭയങ്കര ബിഗ് ബഡ്ജറ്റ് പടം, അത്യാവശ്യം ബിഗ് ബഡ്ജറ്റ് പടം. ഈ പറഞ്ഞ പോലെ റിച്ച് ഫ്രെയിംസ്, UK-ലും ദുബായിലും ഒക്കെ ഷൂട്ടിങ്, അതുപോലെ തന്നെ ആക്ഷൻ രംഗങ്ങൾ, ഒരുപാട് ആക്ഷൻ ത്രില്ലിംഗ് രംഗങ്ങൾ ഉണ്ടെന്ന് പറയുന്ന സിനിമയാണ്. ഈ സിനിമ എനിക്ക് പേഴ്സണലി നമ്മുടെ അഭിപ്രായമാണ്, ഓരോരുത്തരുടെ അഭിപ്രായം ഓരോന്നാണ്. എനിക്ക് അത്രയും വർക്കായിട്ടില്ല എന്ന് ഞാൻ വളരെ ഓപ്പണായിട്ട് പറഞ്ഞായിരുന്നു. എൻ്റെ ആദ്യത്തെ ദിവസത്തെ കളക്ഷൻ ഏകദേശം ഒഫീഷ്യൽ, ഇപ്പൊ ട്രാക്കേഴ്സ് കൃത്യമായിട്ട് കളക്ഷൻ ട്രാക്ക് ചെയ്യുമ്പം ഒരു അണുവിട വ്യത്യാസമില്ലാതെ ട്രാക്ക് ചെയ്യും. 13 കോടി ചില്ലുവാനും, അത് 13.5 താഴെയാണ് ഫസ്റ്റ് ഡേ കളക്ഷൻ കിട്ടിയത്. പക്ഷേ രണ്ടാം ദിവസം ഇത് മൂക്കൂത്തി താഴെ വീണ കളക്ഷനാണ്. അതായത് ഇതിന്റെ ഏകദേശം പകുതി കളക്ഷൻ ഉള്ളൂ, 7 കോടിക്ക് അടുത്തേ ഉള്ളൂ കളക്ഷൻ വന്നേക്കുന്നത്. ഏകദേശം നല്ലൊരു ബിഗ് ബഡ്ജറ്റ് പടത്തിന് ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ഈ പടത്തിന്റെ കളക്ഷൻ എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. കാരണം ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു സാധാരണപ്പെട്ട ആർക്കും നോക്കാവുന്നതാണല്ലോ. ഇപ്പൊ നമ്മൾ പലരും 90% ചെയ്യുന്ന എന്താണ്, ബുക്ക് മൈ ഷോ ആണ്. ബുക്ക് മൈ ഷോയിൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് നോക്കുമ്പം 1 hour 2.5K അല്ലെങ്കിൽ 3K എന്നൊക്കെ പറഞ്ഞാൽ ഒരു 3000 ടിക്കറ്റ് ഒക്കെ ഉള്ളൂ. അതിന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരുപാട് പടങ്ങളില്ല, ഇപ്പം മലയാളത്തിൽ റിലീസില്ല. ആകെ ബദലേം കുടുംബ യൂണിറ്റ് മാത്രമേ ഉള്ളെങ്കിൽ പോലും അതിന് ഈ പറഞ്ഞ 10 ടിക്കറ്റൊക്കെ 28K, 30K അല്ലെങ്കിൽ 20K അങ്ങനെയൊക്കെയുള്ള മണിക്കൂറിലുണ്ട്. അന്നേരം നമുക്ക് ആ വ്യത്യാസം നന്നായിട്ട് ഫീൽ ചെയ്യും. കാരണം പലയിടത്തും ചുമ്മാ സീറ്റുകൾ കിടക്കുകയാണ്. പിന്നെ കളക്ഷൻ എങ്ങനെ വരുന്നു എന്നുള്ളത് നമുക്ക് ഇനിയും എന്തായാലും ഈ 2 ദിവസത്തെ കളക്ഷൻ കൂട്ടിയാൽ പോലും ഈ പടത്തിന് 13-20 ചില്ലുവാനും 21 കോടി രൂപയ്ക്ക് അടുത്ത് 2 ദിവസത്തെ കളക്ഷൻ ഉള്ളൂ. ഇനി അങ്ങോട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ പടത്തിന് കയറാൻ, കാരണം റേറ്റിംഗും എല്ലാം കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇനിയും ഗംഭീര ചിത്രങ്ങളുമായിട്ട് പൃഥ്വിരാജ് വരട്ടെ. കാരണം ഒരുപാട് പൃഥ്വിരാജനും മനസ്സിലാക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ട്. ഇപ്പോൾ വിലായത്ത് ബുദ്ധ ആയാലും, ഐനോബടി ആയാലും, എമ്പുരാനാണെങ്കിലും, ഈ പറഞ്ഞ ഖലീഫ ആണെങ്കിലും ഒക്കെ അദ്ദേഹം കുറച്ച് ശ്രദ്ധിച്ച് ഒരു വർഷത്തിൽ 1-2 സിനിമ അല്ലെങ്കിൽ ഒരു സിനിമ ആയാലും അത് ഗംഭീരമായിട്ട് വരുന്ന രീതിയിൽ അതിനുള്ള കാലിബറുള്ള നടനാണ്, നല്ല കാലിബറുള്ള സംവിധാനമാണ്. ഇത് ഒട്ടും ധൃതിയില്ല, നല്ലപോലെ സ്ക്രിപ്റ്റൊക്കെ വായിച്ച് ബാക്കിയുള്ളവരുടെ സ്ക്രിപ്റ്റൊക്കെ വായിക്കുന്ന പോലെ തന്നെ ഇപ്പോൾ രാജമൗലിയുടെയും ഇദ്ദേഹത്തിൻ്റെ ലോകേഷ് കനകരൻ്റെയൊക്കെ സ്ക്രിപ്റ്റ് വായിക്കുന്നുണ്ട്. ഇദ്ദേഹം സ്ക്രിപ്റ്റ് സെലക്ഷനൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ നീക്കി അതിനുള്ള ബുദ്ധിയുള്ള ഡയറക്ടറാണ്, ആക്ടറുമാണ്. വളരെ കാര്യമായിട്ട് ശ്രദ്ധിച്ചാൽ പൃഥ്വിരാജിന് ഗംഭീര തിരിച്ചുവരവിന് ചാൻസും ഉണ്ട്. എന്തായാലും ഒരു നടനല്ലേ, പരാജയങ്ങളും വിജയങ്ങളും വരും. പരാജയങ്ങളിൽ നിന്ന് മാറി വിജയങ്ങളിലേക്ക് വരട്ടെ എന്ന് ആശംസിക്കും.